അവിടെയും തടസ്സമായി. അപ്പോൾ ഈ തടസ്സം വരുമ്പോഴത്തേക്ക് ഞാൻ വീണ്ടും ആലോചിച്ചു, മാതാവ് എന്നാ പ്രശ്നമെന്ന്. അപ്പോൾ ഇത് കാരണം ഞാൻ എന്തോ ചെയ്ത്, പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും ഇവിടെ ഓടി വന്നു. ഈ സിസ്റ്ററായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നേ. സിസ്റ്ററിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, സിസ്റ്റർ എനിക്ക് സാക്ഷ്യം പറയണം. നീ ഇപ്പം എന്തിനാ? അപ്പം സിസ്റ്ററിനോട് ചോദിച്ചു എന്താണ് കാര്യം, സാക്ഷ്യം പറഞ്ഞു. അപ്പം ഞാൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ സിസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ ഇതിപ്പം നിനക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ടില്ല, പകുതി അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും കാര്യങ്ങൾ കഴിയട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ കൂടുതൽ എനിക്കൊരു വാക്കൂടെ പറഞ്ഞു, 3 മാസമെന്ന് നീ പറയുന്ന കാര്യങ്ങൾ, ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ നടപടിയാവാൻ 3 മാസമെന്ന് പറയുന്നുണ്ടായിരുന്നു അവർ. ഈ 3 മാസത്തെ കണക്ക് നിനക്ക് 3 മണിക്കൂർ കൊണ്ട് 3 ദിവസം കൊണ്ടോ നടന്നിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഈ വിശ്വാസത്തിൽ ഇവിടുന്ന് വീണ്ടും ആ ആൾക്കാരെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിട്ട് ഞാൻ വീണ്ടും പോയി, എൻ്റെ കുഞ്ഞുമായിട്ട് ഞാൻ വീണ്ടും ഇവിടുന്ന് പോയി. അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും പൈസ അടച്ച ക്ലോഷർ ലെറ്റർ 2 ദിവസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ബാങ്കിൽ നിന്ന് വിളി വന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോണ് ഓട്ടോമാറ്റിക്കലി തന്നെ ക്യാൻസലായി പോകുമെന്ന് പറഞ്ഞു.